നമസ്കാരം. ജൂൺ 6 മുതൽ ജൂൺ 21 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. 2024 ജനുവരി 1 അതിനു മുമ്പോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള 50 വാർഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും വോട്ടർ പട്ടികയാണ് പുതുക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള 50 വാർഡുകളിലെ പ്രവാസി ഭാരതീയർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കുന്നതിന് ഫോറം 4, ഉൾക്കുറിപ്പുകൾ തിരുത്തുന്നതിന് ഫോറം 5, സ്ഥാനമാറ്റം വരുത്തുന്നതിന് ഫോറം 7, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഹിയറിങ്ങിനുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസ് ലഭിക്കും. നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം നേരിട്ട് ഹാജരാകണം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്നതിനുള്ള ആക്ഷേപങ്ങൾ ഫോറം നമ്പർ 5 ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ പ്രിൻ്റൗട്ടിൽ അപേക്ഷകൻ ഒപ്പിട്ട് നേരിട്ടോ തപാലിലോ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം. ഓൺലൈനിലൂടെ അല്ലാതെയും നിർദ്ദിഷ്ട ഫോറത്തിൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതാത് സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർമാർ. ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർമാർ അപേക്ഷകളിലും ആക്ഷേപങ്ങളിലും സ്വീകരിക്കുന്ന നടപടിക്കെതിരെ ഉത്തരവ് തീയതി മുതൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം. ഓർക്കുക, ജൂൺ 6 മുതൽ 21 വരെയാണ് പേര് ചേർക്കാൻ അവസരം. ജൂൺ 13 മുതൽ 29 വരെ ഹിയറിംഗ് ആണ്. ജൂലൈ 1 അന്തിമ വോട്ടർ പട്ടിക. വോട്ടർ പട്ടികയിൽ പേര് ചേർത്താനായി വേണ്ട രേഖകൾ: ഫോട്ടോ, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതിനുവേണ്ടി SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അഡ്രസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് മുതലായവ ഉപയോഗിക്കാം. വീട്ടിലെ ഒരംഗത്തിൻ്റെ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ. ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ SSLC ബുക്കിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി എന്നിവ കരുതണം. ഒറിജിനൽ കയ്യിൽ വയ്ക്കണം. വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരും. സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് വാടകച്ചീട്ടിൻ്റെ കോപ്പി ഹാജരാക്കേണ്ടി വരും. വിവാഹം കഴിച്ചു വന്ന സ്ത്രീകൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരും.